നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. എത്രയോ കാര്യങ്ങൾ, എത്രയോ കഥകൾ, കബളിപ്പിക്കപ്പെട്ട കഥകൾ, വഞ്ചിക്കപ്പെട്ടു പോയ പെൺകുട്ടികൾ, പിന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നിരന്തരം വായിച്ചറിയുകയും കേട്ടറിയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് വരെ നടന്ന സംഭവം പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ വീണ്ടും 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 നമ്മൾ വഞ്ചിതരാകുകയാണ് പല കാര്യങ്ങളും. ഇന്നിവിടെ വന്നിരിക്കുന്ന കേസും അതുപോലെ ഒന്നാണ്. അന്ധമായി സ്നേഹത്തിൽ മാത്രം വിശ്വസിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടിയ കഥയാണെന്ന്. നമുക്കതിലേക്ക് പോകാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് എൻ്റെ നമസ്കാരം. നമുക്ക് മുംതാസിനെ വിളിക്കാം. മുംതാസ്, വരൂ. മുംതാസ് ഒരു ഇരയാണ്. ക്രൂരമായ വിവാഹ തട്ടിപ്പിനിര. നട്ടാൽ കുരുക്കാത്ത കുറെ നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി മുംതാസിനെ കൊല്ലം നിലമേൽ വാഴോട്ട് വീട്ടിലെ അബു ഷെയ്മാൻ നിക്കാഹ് ചെയ്തത്. ഒടുവിൽ കൊതിയും മതിയും തീർന്നപ്പോൾ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച ശേഷം ആ വിവാഹ തട്ടിപ്പ് വീരൻ അവളെ ഉപേക്ഷിച്ചു. 5 വയസ്സുകാരിയായ മകളുടെ കൈപിടിച്ച് ജീവിത പെരുവഴിയിൽ പകച്ചു നിൽക്കുകയാണ് ഈ സാധു യുവതി. താൻ നേരിട്ട ചതിയുടെയും വഞ്ചനയുടെയും കഥ മുംതാസിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ എൻ്റെ കല്യാണം 2009 ജാനുവരി 11 ആയിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം ഒരു ഞങ്ങൾ വടതലയിൽ തന്നെ താമസിക്കുന്ന ഒരു ബ്രോക്കർ മജീദ് എന്ന അയാളാണ് ഈ കല്യാണക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ അയാളുടെ ഈ അബുഷേമൻ്റെ കൂട്ടുകാരൻ അൻസാർ, അയാളും കൂടിയാണ് കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ ഇയാളും ഈ അൻസാറും അബുഷേമാനും ഗൾഫിൽ വെച്ച് 7 വർഷത്തോളം പരിചയമുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ബ്രോക്കർ മജീദ് ഈ കാര്യം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇയാൾ കുഴപ്പമൊന്നുമില്ല, നല്ല ആളാണ്, പിന്നെ ഇയാൾ കല്യാണം കഴിച്ചാണ്, 2 കുട്ടികളുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താണ് കുട്ടികൾ നിലവിൽ, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ എന്തിനാണ് ഇയാൾക്ക് വേറൊരു കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അയാളും ഭാര്യയും തമ്മിൽ എപ്പോഴും പിണക്കത്തിലാണ്. അതുമല്ല എപ്പോഴും എന്തോ രഹസ്യബന്ധം ഇവരുടെ റിലേഷൻ വഴി ഇയാൾ കണ്ടുവന്നു ഭാര്യയായിട്ട്. അങ്ങനെ ഈ ഭാര്യയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഗൾഫിൽ വെച്ച് എന്നും തല്ലുകൊടുത്തും ബഹളമൊക്കെയാണ്. അതൊക്കെ ഈ കൂട്ടുകാരന്മാർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇയാൾ കൂട്ടുകാരന്മാരെ കേൾപ്പിച്ച് ഭാര്യയായിട്ടുള്ള തല്ലുകൊടുത്തെല്ലാം. അങ്ങനെയൊക്കെ ബ്രോക്കറും ഈ മജീദ് എന്ന് പറഞ്ഞ ആളും ഈ അൻസാർ കൂടി അങ്ങോട്ടൊന്ന് പറഞ്ഞത്. അല്ല, എന്നിട്ട് നിയമപരമായിട്ട് ആ ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല. നിയമപരമായിട്ട് ഭാര്യ നിലവിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് ഒന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നാലും ഭാര്യ ഇരിക്കുക പിന്നെ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് അതും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ ഭാര്യ ഞാനോട്ട് എന്നും തല്ലുപിടുത്തൊക്കെയാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഉമ്മാടെ എന്നോടും പറഞ്ഞു, ഉമ്മാടെ മോളെ എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, നിങ്ങൾ അത് അന്വേഷിക്കേണ്ട, എൻ്റെ ഭാര്യ ചീത്തയാണ്, എനിക്ക് ഇഷ്ടമല്ല അവളെ. അല്ല, അങ്ങനെ ഒരു കോംപ്രമൈസിംഗ് ആയിട്ട് 2 മക്കളും ഭാര്യയുള്ള ഒരാളാണെങ്കിലും തിരക്കേടില്ല എന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുംതാസിന്? എനിക്ക് സാഹചര്യമില്ല. എൻ്റെ അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ് എൻ്റെ ഉമ്മാക്ക്. എൻ്റെ മൂത്ത ബ്രദർ മരിച്ചുപോയി, പിന്നെ ഒരു ചേച്ചി കല്യാണം കഴിച്ച 2 കുട്ടികൾ, അവരൊക്കെ നല്ല ജീവിക്കണം. പിന്നെ എൻ്റെ ഒരേളെ ആങ്ങളയുണ്ട്, അയാളുടെ കല്യാണം കഴിഞ്ഞ് അനിയത്തിനെ കെട്ടിച്ച് അയാൾക്ക് 2 കുട്ടികൾ, പിന്നെ ചേച്ചി, അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും നല്ല പൊസിഷനിൽ ജീവിക്കണം. പിന്നെ എൻ്റെ ചോദിച്ചാൽ ഞങ്ങൾ ഒരു ബ്രദർ പെട്ടെന്നുള്ള മരിച്ചുപോയി. അവർ ഞങ്ങൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ബ്രദറുടെ മരണം, ബ്രദർ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. ഒരിക്കൽ മരിച്ചുകൊണ്ട് ഈ ബിസിനസ്സൊന്നും നോക്കിയെടുത്താൻ ആരുമില്ല. നിൽക്കാൻ ആരും കൂടെ ബിസിനസ് എല്ലാം നോക്കിയിടന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, എല്ലാം നോക്കിയിടന്ന് വെച്ചാൽ ഞങ്ങൾ. അപ്പോൾ ഉമ്മാനെ നോക്കാൻ ആരുമില്ല. ഉമ്മ ഇത് ഷോക്കിലായി, ഉമ്മ ആകെ തകർന്നു പോയി. പെട്ടെന്നുള്ള മരണം ഉമ്മ ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ കല്യാണക്കാരൊക്കെ എനിക്ക് വന്നപ്പോൾ എനിക്കിപ്പോൾ വേണ്ട ഉമ്മ, അപ്പോൾ അതിൻ്റെ അനിയത്തിക്ക് വന്നപ്പോൾ അവളുടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചവർ അങ്ങനെ കല്യാണം കഴിച്ചു. എൻ്റെ ഇച്ചിരി ലേറ്റായി. ഇപ്പം എന്നെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് 30 വയസ്സാണ് ഇയാൾ എന്നെ വന്ന് കിട്ടുമ്പോൾ. മുംതാസിന് ഈ ആലോചന വന്ന് നേരിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടാണോ? നേരിട്ട് ഈ ബ്രോക്കറാണ് ആലോചന കൊണ്ടുവന്നത്. ബ്രോക്കറും ഈ കൂട്ടുകാരൻ അൻസാറും എന്നാണ് കൊണ്ടുവന്നത്. അവർ 7 വർഷത്തെ പരിചയമുണ്ട് ഈ അൻസാറും. അബു വീട്ടിൽ വന്ന് നേരിട്ട് കണ്ടിരുന്നു? പിന്നെ ഇല്ല, അയാൾ ഗൾഫിലാ. എനിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അയാൾ ഗൾഫിലാ. അപ്പോൾ ചെക്കനോട് വെച്ചപ്പോൾ ഗൾഫിലാണ് ചെക്കൻ. ഫോണിൽ കൂടെ സംസാരിച്ചു? ഫോണിൽ കൂടെ ഇപ്പോഴല്ല സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും സെറ്റിലായിട്ട്. അപ്പം അങ്ങനെ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുഴപ്പമില്ല, ഇവിടെ എൻ്റെ കൂട്ടുകാരനുണ്ട്, എൻ്റെ കൂട്ടുകാരനും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരോടൊക്കെ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ നമ്പർ ഈ ബ്രോക്കർ വാങ്ങിച്ചു അയാൾക്ക് കൊടുത്തു. ഈ കൂട്ടുകാരൻ വഴി അയച്ചു കൊടുത്തു. അപ്പോൾ പെണ്ണിൻ്റെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ അയാൾക്കുടെ ഫോട്ടോ അയച്ചോണ്ട് ഞങ്ങളെ കാണിച്ച്.
എന്നിട്ട് പിന്നെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത്. എന്നിട്ട് പിന്നെ നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേർത്തല നെറ്റ് കഫേ പോയി ബ്രോക്കറും ഞാനും ഉമ്മായും കൂടി നെറ്റ് കഫേ പോയി നേരിട്ട് കണ്ട് അയാളെ സംസാരിച്ച് എന്നെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ സെറ്റിൽ ചെയ്ത്. അങ്ങനെ പിന്നെ ഡെയിലി അയാൾ നെറ്റ് വഴി അയാളിനെ വിളിക്കും, സംസാരിക്കും, നല്ല രീതിയിലൊക്കെ സംസാരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടത്തിൻ്റെ ഭർത്താവിൻ്റെ ആങ്ങളൊക്കെ എതിർപ്പാണ്. കാരണം ഭാര്യ നിങ്ങൾ അത് അന്വേഷിച്ചില്ലെന്ന് ചോദിച്ചു. അവർ ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഇപ്പം ഞങ്ങൾ എന്ത് പറയും, ഇയാൾ പറയണം ഇയാളുടെ ഭാര്യ കൊള്ളൂര് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങളെ ശരിക്കും ഇയാൾ ട്രാപ്പിലാക്കണമായിരുന്നു. ഞങ്ങൾ ഇയാൾ പറഞ്ഞൊക്കെ വിശ്വസിച്ചു, ഉമ്മായി ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ഒരു ഭാര്യയും കുട്ടികളും ഉള്ള ഒരാളെ കല്യാണം കഴിക്കാൻ മുംതാസ് എന്തിനാണ് സമ്മതിച്ചത്? വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് അതിലേക്ക് എടുത്ത് ചാടാനായിട്ടുള്ള എന്താണ് അതിനുള്ള കാരണം? എന്താ? ഇല്ല, കാരണം എന്ന് വെച്ചപ്പോൾ ഇയാൾ ഈ വർത്താനം ഈ ബ്രോക്കർ പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നല്ല ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളുടെ കൂട്ടുകാർ ഭാര്യയൊക്കെ അവരും പറഞ്ഞു ഞങ്ങളോട്. പക്ഷെ വിവാഹബന്ധം നിലവിലിരിക്കുന്ന ഒരാളല്ലേ. പക്ഷെ ഇയാളുടെ വാക്കിട്ട് അങ്ങ് വിശ്വസിച്ചു പോയാണ്.